എനക്കും അങ്ങനെ അവരെ നാട്ടിലെല്ലാവരും നല്ലോണം പാടും. നീ എന്താ ഇടാ? ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഞാൻ വിളിച്ചിരുന്നു, നീ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ സൈലന്റ് മോഡിലായിരുന്നു. ഇത് ഐശ്വര്യ, നമ്മളെ സഖാവ് കാര്യപ്പള്ളീന്റെ ചെറിയച്ഛന്റെ മോളാണ്. ഹലോ. ഹലോ. പിന്നെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധം കൂടിയുണ്ട്. എന്റെ വുഡ്ബിയാണ്. ഓ അത് ശരി. ഇന്ദിരച്ചി അമ്മയും കൂടെ ഇന്ന് മുഹൂർത്തം കുറിക്കാൻ പോയിട്ടുണ്ടല്ലോ. അത്രയ്ക്കായ കാര്യങ്ങള്? ഇല്ല, ഇത് നമ്മുടെ വീട്ടുകാർ തമ്മിൽ നേരത്തെ ആലോചിച്ച കാര്യമാണ്. എപ്പോ കല്യാണം? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഐശ്വര്യ നാളെ ഫ്രീ ആണ്? അല്ല, ക്ലാസ് ഉണ്ട്. ഞങ്ങൾ മറ്റന്നാള് ഒന്ന് അകർത്തലൊക്കെ പോകും. ഹലോ. എന്താ വിളിച്ചു? നീ എന്താ എന്നെ വഴിയിലിടിച്ച് വന്നേ? ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ വുഡ്ബിക്ക് പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ പോന്നെ. അയാൾ എന്റെ വുഡ്ബിയും കുഡ്ബിയും ഒന്നും അല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ അപ്സെറ്റ് ആവുന്നേ? അയാൾ പറഞ്ഞോണ്ടല്ല, നീ പറയാത്തോണ്ടാണ് ഞാൻ അപ്സെറ്റ് ആയത്. ഞാൻ പറഞ്ഞിട്ടില്ല, കാര്യം ശരിയാണ്. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയില്ല. അമ്മയും സുധാരേട്ടനും എന്തെങ്കിലും പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോവാറില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം നിന്നോട് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹലോ നന്ദു. അമ്മു, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. മോളെ, ഞങ്ങൾ മുഹൂർത്തം നോക്കാൻ പരപ്പനങ്ങാടിയിൽ പോയിന്. ചിങ്ങം 12 ഉത്തമ മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കര് പറഞ്ഞ്. അമ്മേനോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. സ്കോളർഷിപ്പ് കിട്ടിയ ഞാൻ US പോകാൻ വേണ്ടി നിൽക്കല്ലേ. അതിന് കല്യാണമല്ലല്ല, കല്യാണം ഉറപ്പിക്കാനുള്ള മുഹൂർത്തം നോക്കാനല്ലേ പോയിന്. എപ്പായാലും നടക്കേണ്ട കാര്യമല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനി ലേറ്റ് ആക്കണ്ടെന്ന് തീരുമാനിച്ചു. മോതിരമാറ്റം കഴിഞ്ഞ് നീ US എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. പഠിത്തം കഴിഞ്ഞിട്ട് മതിയല്ല മംഗലം.